തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം, പഠിച്ചിറങ്ങിയവർക്ക് ജോലി, വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം, ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം, ജോലി ഉറപ്പു നൽകുന്നു. ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ കോഴ്സ്, ഫാർമസി അസിസ്റ്റന്റ്, ആയുർവേദ പഞ്ചകർമ്മ OT ടെക്നോളജി, ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ 26 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം, ബൈപ്പാസ് റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. തലപ്പള്ളി താലൂക്കിലെ കുറാഞ്ചേരിയിൽ മണ്ണിടിഞ്ഞ സംഭവം ഗൗരവമുള്ളതല്ലെന്ന് ജനപ്രതിനിധികൾ. കുറച്ച് മണ്ണും ചെടിയും പടർന്നു കിടക്കുന്ന ചെടികളുമാണ് താഴെ വീണത്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടിയ സ്ഥലത്തിന് തൊട്ടടുത്ത് നിന്നാണ് മണ്ണ് ഇടിഞ്ഞു വീണിട്ടുള്ളത്. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് സ്ഥലം സന്ദർശിച്ച സേവ്യ ചിറ്റിലപ്പള്ളി MLA അറിയിച്ചു. ജിയോളജിസ്റ്റ് വന്ന് പരിശോധന നടത്തിയിരുന്നു. പറഞ്ഞത് ആശങ്ക വേണ്ടെന്നാണ്. അവിടെ നിന്ന് പിന്നെ വെള്ളം ഉറുവെള്ളമായിട്ടാണ് വരുന്നത്, മറ്റേ കലക്കലൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അടിയിൽ കുറച്ചുകൂടി ഉറപ്പ് കാണാനുണ്ട്. നേരത്തെ ഇടിഞ്ഞെടുത്ത് കുറച്ച് ഇടിഞ്ഞിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ജിയോളജിസ്റ്റ് പറഞ്ഞത്. ഈ കാര്യങ്ങൾ നമുക്കറിയാലോ, വലിയ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതായ ജാഗ്രതയൊക്കെ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ആശങ്കയില്ല, വകയില്ല എന്ന നിലയിലാണ്. 230 മീറ്റർ 250 മീറ്റർ ദൂരമുണ്ട്. പിന്നെ വരുന്ന വെള്ളം ഉറുവെള്ളം കലക്കല്ലാതെ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഡാന കെട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ മോളെയൊക്കെ വെച്ച് പിടിപ്പിച്ച് ചില പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. ജിയോളജിസ്റ്റ് പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ വല്ലാതെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ്. ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ചെയർമാനുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിൻ്റെ പിന്നെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. നിരന്തരമായി ഒരു ജാഗ്രതയിലാണ്. നേരത്തെ മഴ തുടങ്ങിയ അന്ന് കീഴപ്പടിയുടെ റോഡിലേക്ക് പിന്നെ പാറ വീണപ്പോഴും ആ നിലയിലുള്ള ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിമാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മഴയുടെ ഒരു ഒഴുക്ക് നോക്കി ആ പ്രവൃത്തി മുന്നോട്ട് പോകണം എന്നാണ് ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് പരിസരവാസികളെ പാർലിക്കാട് LP സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MR അനൂപ് കിഷോർ എനിടൈം ന്യൂസിനോട് പറഞ്ഞു. 2018 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കുറാഞ്ചേരി. അന്ന് ലാൻഡ് സ്ലൈഡ് നടന്നതിന് ശേഷം നമ്മുടെ ഈ പ്രദേശങ്ങളിൽ റീബിൽഡ് കേരളയ്ക്കകത്ത് 12.5 കോടി രൂപ ചെലവഴിച്ച് ഈ പ്രദേശത്തെ റോഡുകളും അതുപോലെ തന്നെ നീർച്ചാലുകളും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഇതിന്ന് വരുന്ന നീർച്ചാലുകളുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സമില്ലാതെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഒക്കെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇപ്പോൾ വരുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ ഏതാണ്ട് 338 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. അന്നത്തെ ദിവസം ഇതിൻ്റെ മുകളിൽ നേരത്തെ നമ്മുടെ ലാൻഡ് സ്ലൈഡ് നടന്ന വർഷങ്ങളിൽ നിന്നിരുന്ന സ്ഥലങ്ങളിൽ അവിടെ വളർന്നു വന്ന പാഴ്ചെടിയാണ് ഇവിടെ ആറിക്കെടുക്കുന്നത്. സ്വാഭാവികമായി മഴയിൽ വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു 1/4 സെൻറ്റ് സ്ഥലത്ത് മണ്ണ് മാറിക്കെടുക്കുന്നു എന്നുള്ളൊരു സംഗതി മാത്രമാണ് ഇപ്പോൾ കുറാഞ്ചേരിയിൽ സംഭവിച്ചിട്ടുള്ളത്. കുറാഞ്ചേരിയിൽ വലിയ ജാഗ്രത ഞങ്ങളെല്ലാം ജനപ്രതിനിധികളാണ്, ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ആളുകളെ മുഴുവൻ മാറ്റിപ്പാർപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ 29-30 തീയതികളിലായിട്ട് തന്നെ നടന്നിട്ടുണ്ട്. അവർ പാർലിക്കാട് സ്കൂളിനകത്ത് ക്യാമ്പിലാണ് ഇവിടുത്തെ ആളുകളെല്ലാം വരുന്നത്. അത് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നതിനേക്കാൾ മുമ്പ് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ജാഗ്രതയോടുകൂടി നമ്മൾ ഈ പ്രശ്നങ്ങൾക്കകത്ത് ജനപ്രതിനിധികളും എല്ലാവരും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. ഒരു വല്ലാതെ ആളുകളെ ആശങ്ക ജനിപ്പിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് പോകരുത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഈ സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പോൾ ജിയോളജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ
ഇനി അത്തരം സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകൾ പറയുന്നതിനനുസരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത് വേറെ അപകടമുള്ളതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. 6 വർഷം മുമ്പ് ഉരുൾപൊട്ടിയ കുറാഞ്ചേരിയിൽ റീബിൽഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ അറിയിച്ചു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിന്റെ നീരൊഴുക്ക് സുഗമമായി താഴെ എത്തിക്കാൻ കാനകൾ നിർമ്മിച്ചതായും CV സുനിൽകുമാർ അറിയിച്ചു. ഈ അതിമഴ പെയ്ത സമയത്ത് ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും ഇവിടെ നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. തീർച്ചയായിട്ടും ഒരു ചെറിയ വെള്ളം മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ വെള്ളം കൂടുതലാണ് ഇതിലെ വന്നിട്ടുള്ളത്. റീബിൽഡ് കേരളയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി വെള്ളമെല്ലാം ഒഴുക്കിക്കളയാനുള്ള സാഹചര്യം ഇപ്പോൾ കൂറാഞ്ചേരിയിലുണ്ട്. അന്ന് ഇടിഞ്ഞിരുന്ന ചെറിയ ഒരു പാളി അതൊന്നും മറിഞ്ഞു വീഴുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ കനം മാത്രമാണ്, ചെറിയ മണ്ണ്. അപ്പോൾ അത് വിശദമായ പരിശോധന നടത്തുന്നുണ്ട്, ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.